നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. വിശാഖം നക്ഷത്ര ജാതർക്ക് ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ചയുടെ തുടക്കം ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ്. നിങ്ങളുടെ മാതാവിലൂടെ കരഗതമാവുന്ന സാമ്പത്തിക അഭിവൃദ്ധി കാണുന്നുണ്ട്. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ഇത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചമുള്ളതായാണ് കാണുന്നത്. നിങ്ങൾക്ക് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വിജയം ജോലിയിൽ നേടുവാനുള്ള സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്കാകട്ടെ പഠനത്തിൽ പുരോഗതി നേടാനാകുന്നു. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂ തുടങ്ങിയവയിലും നിങ്ങൾ അർഹിക്കുന്ന വിജയം തന്നെ വന്നു ഭവിക്കുന്നതാണ്. നിങ്ങളുടെ സഹോദര സ്ഥാനത്തുള്ളവർക്ക്, പ്രത്യേകിച്ച് ഇളയ സഹോദരർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുവാനുള്ള അവസരം ലഭിച്ചേക്കാം. നിങ്ങൾക്ക് കൂടുതൽ ജാഗ്രതയോടെ ജോലി ചെയ്യുവാൻ ഈ സമയം അനുകൂലമാണെന്ന് പറയാം. മാനസിക സമ്മർദ്ദങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാനാകുന്നു. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഈ കാലയളവിൽ വസ്തുവകകളിൽ നിക്ഷേപിക്കുന്നത് ഗുണകരമായി കാണുന്നു. എങ്കിലും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നത് അഭിലഷണീയമാണ്. നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിലൂടെ പ്രശംസ, കീർത്തി എന്നിവ നേടുവാനുള്ള അവസരങ്ങൾ വന്നുഭവിക്കുന്നതായി കാണുന്നു. ജോലി അന്വേഷകരാണെങ്കിൽ നിങ്ങൾക്ക് ജൂൺ മാസം അവസാന പാദത്തോടെ തന്നെ അനുകൂലമായ തീരുമാനങ്ങൾ തന്നെ ലഭിക്കുന്നതാണ്. സ്വകാര്യ മേഖലയിലെ ജോലിക്കാർക്ക് കുറച്ചുകൂടി നല്ല ജോലി ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി നിങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ ക്രമേണ മാറുന്നതായി അനുഭവയോഗ്യമാവുന്നതാണ്. ജോലി സംബന്ധമായി ഉപരിപഠനം നടത്തേണ്ടി വരുന്നു. സ്വന്തം താമസ സ്ഥലത്തു നിന്നും മാറിയുള്ള ജോലിയും കർമ്മമണ്ഡല പുരോഗതിയുമാണ് നിങ്ങൾക്ക് ഐശ്വര്യമായി കാണുന്നത്. നിങ്ങളുടെ ജന്മസ്ഥലത്തു നിന്നോ താമസ സ്ഥലത്തു നിന്നോ മാറിയുള്ള ജോലി, അതിലൂടെ കൈവരിക്കുന്ന കർമ്മമണ്ഡല പുരോഗതി, ഐശ്വര്യം, സമാധാനം എന്നിവയാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രണയബന്ധങ്ങൾ പരിപൂർണതയിലെത്തുന്ന സമയമായതുകൊണ്ട് തന്നെ ഭാവി ജീവിതം തീരുമാനിക്കാവുന്ന അനുയോജ്യമായ സമയമാണിത്. നിങ്ങൾക്ക് വിവാഹം ആലോചിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നടത്തുന്ന വിധത്തിൽ ആസൂത്രണം ചെയ്യുന്നത് ഗുണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള സമാഗമത്തിലൂടെ നിങ്ങൾക്ക് കൈവരുന്ന സുഖ സൗകര്യ ഐശ്വര്യാഭിവൃദ്ധികളിലൂടെ നിങ്ങൾക്ക് വളരെയധികം ജീവിത പുരോഗതിയാണ് വന്നു ഭവിക്കുന്നത്. സന്താന സൗഭാഗ്യം, കുടുംബശ്രേയസ്, സൽകീർത്തി, സമാധാനം എന്നിവ നിങ്ങൾക്ക് വിവാഹബന്ധത്തിലൂടെ കരഗതമാകുന്നതായി കാണുന്നുണ്ട്. ഇനി വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യബന്ധം സന്തോഷവും സമാധാനം നിറഞ്ഞതുമാണ്. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയുടെ സ്നേഹവും കരുതലും നിങ്ങൾക്ക് പുതിയ ഉണർവുണ്ടാക്കുകയും തന്മൂലം നിങ്ങളുടെ കുടുംബത്തിൽ ബന്ധങ്ങൾക്ക് ദൃഢതയും പരസ്പര വിശ്വാസവും കൈവരുന്നു. ദീർഘനാളുകളായി മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സഫലീകരിക്കപ്പെടുന്നതായാണ് കാണുന്നത്. നിങ്ങൾ ജീവിത പങ്കാളിയുമൊത്ത് ആലോചിച്ച് വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കുന്നതായും വിവിധ തരം നേട്ടങ്ങൾ ലഭിക്കുന്നതായും അനുഭവയോഗ്യമാകുന്നതാണ്. അകന്നു നിന്നിരുന്ന ബന്ധുജനമിത്രാദികളുടെ തിരിച്ചുവരവ് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തിന് വഴിയൊരുക്കുന്നു. നിങ്ങളുടെ കർമ്മമണ്ഡലങ്ങൾ കൂടാതെ തന്നെ വിദേശ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭ്യമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങളിലെ ചില പോരായ്മകൾ സ്വയം കണ്ടെത്തി പരിഹരിക്കുവാൻ ശ്രമിക്കുന്നത് കുടുംബത്തിൽ ചില നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. ജൂൺ മാസത്തിൽ വളരെയധികം ശുഭവാർത്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ജൂൺ മാസം മധ്യത്തോടെ
കുടുംബത്തിൽ മംഗളകർമ്മം നടക്കുവാൻ യോഗം. ജോലിക്കാർക്കാണെങ്കിൽ തങ്ങളുടെ ഔദ്യോഗിക മേഖലയിൽ നിന്നും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനാവുന്നു. സർക്കാർ ജോലിക്കാർക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സ്ഥലം മാറ്റത്തിനും പ്രൊമോഷനും വേണ്ടുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങൾ ഒഴിവാകുന്നതാണ്. സ്വാധീനമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ മുഖേനയുള്ള സാമ്പത്തിക അഭിവൃദ്ധി, ഉന്നത ഭാഗ്യാവസരങ്ങൾ എന്നിവ കാണുന്നുണ്ട്. ഇനി ഇറക്കുമതി കയറ്റുമതി മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച വിധത്തിലുള്ള അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന മാസമാണ് ഈ ജൂൺ. ഈ സമയത്ത് ശാന്തമായ പെരുമാറ്റം പാലിക്കുവാനും അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ബാങ്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ചില യാത്രകൾക്കുള്ള അവസരവും ഈ സമയത്ത് ഉണ്ടായേക്കാം. നിങ്ങളുടെ ഔദ്യോഗിക വിജയത്തിന് അനുകൂലമായ സമയമാണ്. പങ്കാളിത്ത ബിസിനസ് ആണെങ്കിൽ ബിസിനസ് പങ്കാളിയുമായുള്ള മികച്ച ബന്ധം ഗുണം ചെയ്യുന്നതായി കാണുന്നു. നിങ്ങൾക്ക് തുടർ മാസങ്ങളിൽ വരാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ ചില നിയന്ത്രണങ്ങൾ വരുത്തുന്നത് നന്നായിരിക്കും. ഒഴിവ് സമയങ്ങൾ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ മുഴുകുവാൻ ശ്രമിക്കേണ്ടതാണ്. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ജൂൺ അവസാന ആഴ്ചകളിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ മാതൃപിതൃ സ്ഥാനീയരുടെ ആരോഗ്യക്ഷേമകാര്യങ്ങളിലുള്ള അതീവ ശ്രദ്ധ ഗുണം ചെയ്യുന്നതായി കാണുന്നു. ഇനി മൊത്തക്കച്ചവടക്കാർ, ഭൂമി, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം തന്നെ വളരെ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് തെളിയുന്നത്. അതുപോലെ തന്നെ പുതിയ വ്യാപാര കരാറുകളിൽ ഏർപ്പെടുന്നവർ വളരെ ശ്രദ്ധിച്ചു മാത്രമേ സമ്മതപത്രങ്ങളിലും മറ്റു രേഖകളിലും ഒപ്പുവെക്കേണ്ടതുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. വിവിധ സേനകൾ, രാഷ്ട്രീയം, മറ്റു രാജ്യസേവന വിഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് താരതമ്യേന ജോലിഭാരം കൂടുതലുണ്ടെങ്കിലും പൊതുവെ സമാധാനം അനുഭവപ്പെടുന്നതാണ്. തങ്ങളുടെ കർമ്മസംബന്ധമായുള്ള ചില അസ്വസ്ഥതകൾ, വിഷമതകൾ ലഘൂകരിക്കപ്പെടുന്നതായി തോന്നുന്നു. തങ്ങളിൽ എത്തിച്ചേരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കുവാനും വിജയിക്കുവാനും സാധിക്കുന്നു. ഇനി അധ്യാപക വൃത്തി, ബാങ്കിങ്, ഗതാഗത മേഖലകളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കുറച്ച് അലസതയും കാര്യതടസ്സങ്ങളും കാണുന്നുണ്ട്. വളരെയധികം യാത്ര ചെയ്യേണ്ടുന്ന അവസരങ്ങൾ വരുന്നത് കൊണ്ട് വിവിധ തരത്തിലുള്ള പകർച്ചവ്യാധികൾ, ജലവായുജന്യ രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യത്തിലും ഭക്ഷണകാര്യത്തിലും ശരിയായ ശ്രദ്ധ പാലിക്കേണ്ടതാണ്. കൂടാതെ വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ വളരെയേറെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകളിലും നല്ല കരുതൽ ആവശ്യമാണ്. ജൂൺ മാസവും ജൂലൈ മാസം മധ്യം വരെയും ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള ഉപേക്ഷ ഒട്ടും തന്നെ അഭികാമ്യമല്ല. വളരെ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാർ മൂലം ചില വിവാദങ്ങളിൽ ഉൾപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ജോലിയെ വരെ പ്രതികൂലമായി ബാധിച്ചേക്കാം. പൊതുവെ നിങ്ങളുടെ ദാമ്പത്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. സന്തോഷവും സന്തുഷ്ടിയും നിലനിൽക്കുമെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ ജൂലൈ ആദ്യ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടുകയും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്നതായും തെളിയുന്നുണ്ട്. ജൂൺ മാസാവസാനം ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം ദൂരസ്ഥലത്ത് മാറി താമസിക്കുന്നതിന് ഇടയായേക്കാമെന്നതിനാൽ നിങ്ങൾ വളരെയേറെ സംയമനത്തോടും ശ്രദ്ധയോടും പെരുമാറുന്നത് ഉചിതമാണ്. നിങ്ങളുടെ പിതൃഭാവത്തിലുള്ളവർക്ക് വളരെയേറെ അരിഷ്ടതകൾ വന്നേക്കാവുന്ന സമയമാണ് ജൂലൈ മധ്യം മുതൽ എന്നതിനാൽ തന്നെ അതീവ ജാഗ്രതയോടെ ജീവിതത്തെ സമീപിക്കുന്നത് ഗുണഫലാർഹമായി കാണുന്നു. ദോഷഫലങ്ങൾ ഒഴിവാക്കുവാനും കുറയ്ക്കുവാനും അവനവൻ്റെ തട്ടകക്ഷേത്രങ്ങളിൽ പോയി സന്ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ കഴിക്കുക. സാധുജനങ്ങൾക്ക് അന്നവസ്ത്രാദികാര്യങ്ങൾ ദാനം ചെയ്യുക. ജന്മനക്ഷത്രങ്ങളിലും അനുജന്മ നക്ഷത്രങ്ങളിലും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി
ത്രിമധുരം വഴിപാട് നടത്തുക. അതുപോലെ തന്നെ ജാതി മതഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ച് ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ തന്നെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.